Hello everybody. നമ്മൾ കമ്പ്യൂട്ടേഷണൽ ഫിസിക്സിലെ 4th മൊഡ്യൂളാണ് ന്യൂമറിക്കൽ മെത്തേഡ്സ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ റെഫറൻസ് ടെക്സ്റ്റ് ഇൻട്രൊഡക്ടറി മെത്തേഡ്സ് ഓഫ് ന്യൂമറിക്കൽ അനാലിസിസ് ബൈ SS ശാസ്ത്രി. അപ്പോൾ നിങ്ങൾ മുന്നേ പഠിച്ച മാത്തമാറ്റിക്കൽ പഠിച്ച കാര്യങ്ങളാണ്. കമ്പ്യൂട്ടേഷനിൽ നമ്മൾ പൈത്തൺ ആണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതിൽ സപ്പോസ് നമുക്കൊരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കർവിൻ്റെ ഒരു ഫസ്റ്റ് പോയിന്റ് തന്നാൽ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ എങ്ങനെ എത്തും, അപ്പോൾ ആ ഒരു കേസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹിയർ ടു ഡിസ്ക്രൈബ് വേരിയസ് ന്യൂമറിക്കൽ മെത്തേഡ്സ് for the solution of ordinary differential equations, we consider the general first order differential equation dy by dx is equal to f of xy എന്ന് പറയുന്ന ജനറൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് ഫസ്റ്റ് ഓർഡർ ആണ്, കണ്ടോ പവർ 1 അല്ലേ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്, y of x0 ഈക്വൽ ടു y0 ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ദ തിയറി വിത്ത് റെസ്പെക്ട് ടു ദിസ് ഇക്വേഷൻ. ന്യൂമറിക്കൽ മെത്തേഡിൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഒബ്റ്റെയിൻ സൊല്യൂഷൻ ഇൻ വൺ ഓഫ് ദ ടു ഫോംസ്. അതായത് ഏതൊക്കെയാണ് ഫോംസ് എന്നാണ് പറയുന്നത്. ഒന്നുകിൽ എ സീരീസ് ഫോർ y ഇൻ ടേംസ് ഓഫ് പവേഴ്സ് ഓഫ് x ഫ്രം വിച്ച് ദ വാല്യൂ ഓഫ് y ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് വൈയുടെ സീരീസാണ് ഇൻ പവേഴ്സ് ഓഫ് എക്സ്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ? ബൈ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അതിന് എക്സാമ്പിൾസാണ് ടൈലർ സീരീസ്, അതേപോലെ തന്നെ ടൈലർ മെത്തേഡ്, അതേപോലെ തന്നെ പിക്കാർഡ് മെത്തേഡൊക്കെ. പിന്നെ അടുത്തത് എന്താണ്, ഒരു ഡിഫറൻഷ്യൽ, അതായത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള അടുത്ത മെത്തേഡാണ് എന്ത്, എ സെറ്റ് ഓഫ് ടാബുലേറ്റഡ് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഓയിലർ. അതായത് എക്സ് ഉണ്ട്, x1 x2 x3 എന്ന് പറഞ്ഞൊരു സെറ്റ് ഓഫ് വാല്യൂസിനെ ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് y1 y2 എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഓയിലർ മെത്തേഡ്, റങ്കൂട്ട മെത്തേഡ്, ആഡംസ്, ബാഷ്ഫോർഡ് എറ്റ്സെട്ര. ഇതിൽ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഓയിലർ മെത്തേഡും റങ്കൂട്ട മെത്തേഡുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബിഫോർ ദാറ്റ് എന്താണൊരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. അപ്പം നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞല്ലോ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx is equal to f of xy വിത്ത് ദ ഇനീഷ്യൽ കണ്ടീഷൻ. ഇനീഷ്യൽ കണ്ടീഷൻ എന്തായിരുന്നു, y of x0 ഈക്വൽ ടു y0 എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്, അതായത് x0 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ വൈൻ്റെ വാല്യൂ എന്തായിരിക്കും, y0 ആയിരിക്കും. സോ എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് nth order will have n arbitrary constants in its general solution. So we need n conditions to compute the numerical solution. So problems in which all the initial conditions are specified at the initial point only are called initial value problems. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ dy by dx ഈക്വൽ ടു f of xy വിത്ത് y of x0 ഈക്വൽ ടു y0 എന്നതിൻ്റെ എക്സാമ്പിളാണ്, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, now what is boundary value problems? Problems involving second and higher order differential equations. We may prescribe the conditions at two or more points. Such problems are called boundary value problems. dy by dx എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ആണ്. സപ്പോസ് സെക്കൻഡ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും, ഒന്നോ അതിൽ കൂടുതലോ കണ്ടീഷൻസ് വേണ്ടി വരും, അതായത് ബൗണ്ടറി കണ്ടീഷൻസ് വേണ്ടി വരും. അപ്പോൾ അതിനാണ് നമ്മൾ ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ രണ്ടാമത് പറഞ്ഞ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് സെറ്റ് ഓഫ് ടാബുലേറ്റഡ് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. സോ ഓയിലർ മെത്തേഡാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ദ മെത്തേഡ് വിച്ച് ഗിവ് ദ സൊല്യൂഷൻ ഇൻ ദ ഫോം ഓഫ് എ സെറ്റ് ഓഫ് ടാബുലേറ്റഡ് വാല്യൂസ്. സപ്പോസ് വി ഹാവ് ദിസ് ഇക്വേഷൻ dy by dx. അപ്പോൾ ഓയിലർ ഇക്വേഷൻ ഇതിൽ പഠിക്കേണ്ട ഒരു കാര്യം, ഓയിലർ ഇക്വേഷൻ പഠിക്കുക, പ്രോബ്ലംസ് തരും, ആ ഇക്വേഷൻസ് വെച്ചിട്ട് അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. 2-3 പ്രോബ്ലംസൊക്കെ നമ്മൾ ചെയ്ത് നോക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് എക്സാമിന് ആ ഒരു കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ
അക്യുറേറ്റ് ആയിട്ട് പ്രോബ്ലം ചെയ്യാനും ഫുൾ മാർക്ക് മേടിക്കാനും പറ്റുള്ളൂ. ഓക്കെ, കാരണം ഈ കമ്പ്യൂട്ടേഷണൽ തിയറി പരീക്ഷയ്ക്ക് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. സോ ഹിയർ നൗ ലുക്ക് അറ്റ് ദിസ് ഇക്വേഷൻ dy/dx is equal to f of xy. ഇത് ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട് y of x0 equal to y0. അതായത് x0 എന്ന് പറയുന്ന ഇനീഷ്യൽ പോയിന്റിൽ വൈൻ്റെ വാല്യൂ 0 ആണെന്ന് തന്നിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക. സോ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ എന്ത് ചെയ്യാം, ഡി എക്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാം. വി വാണ്ട് ടു ഫൈൻഡ് ദിസ് ഇക്വേഷൻ അല്ലേ. സോ വി വിഷ് ടു സോൾവ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആർ. എക്സ് എന്ന് പറയുന്ന എക്സ് ആറിൽ ഇരിക്കുമ്പോൾ എന്താണ് വൈൻ്റെ വാല്യൂ എന്നാണ് നമ്മൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ആൻഡ് ദാറ്റ് എക്സ് ആർ ഇസ് ഈക്വൽ ടു x0 പ്ലസ് ആർ എച്ച് ആൻഡ് ദാറ്റ് ആർ ഇസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര. എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഒരു ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഇനീഷ്യൽ പോയിൻ്റ്. അപ്പോൾ ഇത് x0 ആണ്. സപ്പോസ് ഒരു ഡിസ്റ്റൻസ് എച്ച് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് ഒരു ഡിസ്റ്റൻസ് എച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? പോയിൻ്റ് x1 ആവും. പിന്നെ ഒരു ഡിസ്റ്റൻസ് എച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയിൻ്റ് x2 ആവും. അത് x0യിൽ നിന്നും എന്താണ് 1h ട്രാവൽ ചെയ്താൽ x1 കിട്ടും, x0 2h ട്രാവൽ ചെയ്താൽ x2 കിട്ടും. അത്രയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിനൊരു ഇക്വേഷൻ രൂപത്തിൽ എഴുതിയെന്ന് മാത്രം. ഓക്കെ, സോ വി വിഷ് ടു സോൾവ് അറ്റ് x ഇസ് ഈക്വൽ ടു x0 പ്ലസ് ആർ എച്ച്. സോ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. ഇക്വേഷൻ 1നെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? dy is equal to f of xy dx. അതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം അല്ല. ഇനീഷ്യൽ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, അത് y0. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഇൻറ്റഗ്രൽ ഫ്രം y0 to y1 dy ആണ്. ഇവിടെ ഇൻറ്റഗ്രൽ ഫ്രം x0 to x1 f of xy dx ആണ്. ഇനി ദാറ്റ് ഈസ് y is equal to എന്ത് വരും? ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dy എന്ന് പറഞ്ഞാൽ എന്ത് വരും? y വരും. അതിന് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് പറയുമ്പോൾ y1 മൈനസ് y0 ആണ് ഈ സൈഡിൽ വരിക. അപ്പോൾ y0 നേരെ അപ്പുറത്തേക്ക് എടുത്തു എന്ന് മാത്രം, ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ y ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇൻറ്റഗ്രൽ ഫ്രം x0 to x1 ആണ് f of xy dx പ്ലസ് y0. ദാറ്റ് ഈസ് അതിന് ജസ്റ്റ് ഈ വൈനെ നമ്മൾ സപ്പോസ് y എന്ന് പറയുന്നത് y1 ആണെങ്കിൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇറ്റ് ഈസ് y1. ഓൾറെഡി y1 ആണല്ലോ, കാരണം y1 മൈനസ് y0 ആണ്. ഇവിടെ y1 ഇട്ടാൽ മതി. അപ്പോൾ y1 ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഫ്രം x0 to x1 f of xy dx പ്ലസ് y0. ഇനി അസ്യൂം ചെയ്യാം, നമുക്ക് f of xy എന്താണെന്ന് അറിയില്ലല്ലോ ഈ ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻ നമ്മൾ അസ്യൂം ചെയ്യണം f of xy ഈസ് ഈക്വൽ ടു f of x0 y0. അത് ഈ x0ന്ന് x1ലേക്കല്ലേ നമ്മൾ പോണത്. അപ്പോൾ ആ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും ഫംഗ്ഷൻ ആകുമ്പോൾ ഇതിൻ്റെ ടേംസിലേക്കും x0ൻ്റെ x1ൻ്റെയും ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ തന്നെ ആയിരിക്കും അതിനോടനുബന്ധിച്ചൊരു ഫംഗ്ഷനാണ് ഇവിടെ വരിക. സോ f of x0 y0 കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ഇൻ x0 x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് x0ൻ്റെയും x1ൻ്റെയും ഇടയിലായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? y1 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ത് വരും? ഇൻറ്റഗ്രൽ ഫ്രം x0 to x1 f of x0 dx എന്ന് വരില്ല. കാരണം എന്താണ്? ഇപ്പോൾ ഇവിടെ x0ൻ്റെയും y0ൻ്റെയും ടൈമിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. x എന്ന് പറഞ്ഞാൽ എന്താണ്? x0 പ്ലസ് ആർ എച്ച് ആണ്. അപ്പോൾ dx എന്ന് പറഞ്ഞാൽ എന്ത് വരും? x0 എന്ന് പറഞ്ഞൊരു നമ്പർ അല്ലേ, അപ്പോൾ അത് 0 ആണ്. ദെൻ ആർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ y1 ആണ് എടുക്കുന്നത്. അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. പിന്നെ വരിക dh ആണ്. സോ dh വരും. ഓക്കെ, അത് ഇവിടെ ഒന്ന് എഴുതിയാൽ മതി. എഴുതിയിട്ടുണ്ട് ഇവിടെ y1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു y0 പ്ലസ് ഇൻറ്റഗ്രൽ x0 to x1 f of x0 y0 dh. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റഗ്രേറ്റ് ചെയ്യാമല്ലോ. സോ y1 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു y0 പ്ലസ് ഈ f of x0 y0 എന്ന് പറഞ്ഞാൽ അറ്റ് സം പെർട്ടിക്കുലർ പോയിൻറ്റ്സിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതിന് പുറത്തേക്ക് എടുത്ത് തന്നെ ഇൻറ്റഗ്രൽ ഡി എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് വരും. അപ്പോൾ ഈ എച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ ആ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. x0 x1ലേക്കുള്ളത് അല്ലെങ്കിൽ x1 x2ലേക്കുള്ളത്. ആ ഒരു ഡിസ്റ്റൻസാണ് എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ x0നെ സംബന്ധിച്ചിട്ട് എച്ച് എന്ത് ചെയ്യുന്നുണ്ട്? വാരി ചെയ്യുന്നുണ്ട്. ഓക്കെ,
y1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? y0 പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് x0 y0. എഫ് ഇസ് എ ഫങ്ഷൻ ഓഫ് x0 ആൻഡ് y0 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ y0 നമുക്കറിയാം, പ്രോബ്ലത്തിൽ ആദ്യമേ ഇനീഷ്യൽ കണ്ടീഷൻ തരും, അതുപോലെ എച്ചും തന്നിട്ടുണ്ടാവും. നമുക്ക് x0 y0 എന്ന് പറയുന്ന പോയിൻറ്റ്സ് ഇനീഷ്യൽ കണ്ടീഷനുള്ളതാണ്. അപ്പോൾ ആ വാല്യൂസ് നമ്മുടെ ഗിവൻ എഫ് ഓഫ് എക്സ് വൈയിൽ നമ്മൾ ഇട്ടാൽ മതി. എഫ് ഓഫ് എക്സ് വൈ എന്താണ്? നമ്മുടെ dy/dx ആണ് എഫ് ഓഫ് എക്സ് വൈ അല്ലേ? നമ്മൾ എടുത്ത് കണ്ടോ, ഇതാണ് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഓർമ്മ നമുക്ക് വേണം. അതാണ് നിങ്ങൾ dy/dx ഇസ് ഈക്വൽ ടു സപ്പോസ് -y തന്നാൽ അതിനെ പിന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൈ. അതിൽ എന്ത് ചെയ്യുക? നമ്മൾ ഇനീഷ്യൽ x0 y0 വാല്യൂ അപ്ലൈ ചെയ്യുക. അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കേട്ടോ, പ്രോബ്ലത്തിലൊക്കെ. അപ്പോൾ ആ ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ. സിമിലർലി നമ്മൾ എന്ത് ചെയ്യണം? x1 നിന്ന് x2ലേക്കാണ് പോകണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് x1 x2 ആണ് വരിക. അപ്പോൾ അത് നേരെ ഇതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് y2 കിട്ടും. y2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താണ്? y1 പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് x1 y1. ഇനി നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ yn+1 എന്ന് പറഞ്ഞാൽ yn പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ n ഇസ് ഈക്വൽ ടു 0 1 2 എക്സെട്ര. ഇവിടെ ഈ n+1 എന്നെടുത്തത് കൊണ്ടാണ് ഇവിടെ n 0 1 2 തുടങ്ങുന്നത്. ഇനി n എന്ന് പറയുന്നത് 1 2 തുടങ്ങുകയെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരില്ല? yn+1 അല്ല വരിക, yn ആണ് വരിക. yn ഈസ് ഈക്വൽ ടു അപ്പോൾ എന്ത് എഴുതേണ്ടി വരും? നമ്മൾ yn-1 പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ -1 yn-1 എഴുതേണ്ടി വരും. അപ്പോൾ n ഈക്വൽ ടു 1 2 തുടങ്ങും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? അത് ഇതൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഇതുവരെ എഴുതി കഴിഞ്ഞാൽ അതിനെന്തില്ല, മാർക്കൊന്നും കിട്ടില്ല. ഓക്കെ, നമ്മളെപ്പോഴും സ്പെസിഫൈ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കർവൊന്നും ഇത് കണ്ടുപിടിക്കാം കേട്ടോ. സപ്പോസ് ഈ ഒരു എക്സസിൽ വൈയും ഇവിടെ എക്സും ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ എക്സ് ആണ്, സപ്പോസ് നമുക്കൊരു കർവ് ഉണ്ട്. ഇനീഷ്യൽ പോയിൻ്റ് അറിയാം എന്നുണ്ടെങ്കിൽ നമ്മുടെ കർവ് എങ്ങനെയാണത് പ്ലോട്ട് ആവുക എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ സപ്പോസ് x0 തന്നിട്ടുണ്ട്, y0 തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇനീഷ്യൽ പോയിൻ്റ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? x1 എവിടെയാണ്? x1 എന്ന് പറയുന്ന പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് y1 എവിടെ വരുമെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ x0യും x1 തമ്മിലുള്ള ഡിസ്റ്റൻസ് h ആണ്, x1ഉം x2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് h ആണ്. അപ്പോൾ നമ്മളെന്തൊരു സ്ലോപ്പ് വരയ്ക്കുക ഇവിടെ. കണ്ടോ, സ്ലോപ്പ് വരച്ച് കഴിഞ്ഞാൽ എന്താ വരിക? അത് dy/dx അല്ലേ വരിക. നമുക്ക് എന്താ അറിയില്ല? ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല. ആ ഒരു ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്ലോപ്പ് അറ്റ് x0 y0 എടുക്കുക. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു dy/dx ആണ്. ദാറ്റ് ഈസ് സം വാല്യൂ ഡിവൈഡഡ് ബൈ h എന്ന് വരും. കാരണം dx എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് h ആണ് വരിക. ദാറ്റ് ഈസ് നമ്മൾ ഈ സ്ലോപ്പിന് നമ്മൾ എഫ് ഓഫ് x0 y0 എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് എഫ് ഓഫ് x0 y0 എന്ന് പറഞ്ഞാൽ സം വാല്യൂ ഡിവൈഡഡ് ബൈ h എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു h ഇൻറ്റു എഫ് ഓഫ് x0 y0. അപ്പോൾ ആ ഒരു അൺനോൺ വാല്യൂ ആണ് ശരിക്കും എന്ത് ഇതല്ലേ നമ്മുടെ y1 എന്ന് പറയുന്നത്. ആ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? x1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള y1. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ h ഇൻറ്റു എഫ് ഓഫ് x0 y0 പ്ലസ് y0 എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ഇക്വേഷൻ എഴുതാം, അല്ലെങ്കിൽ ഇത് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് ഓയിലർ ഇക്വേഷൻ തന്നെയാണ്. പ്രോബ്ലം നിന്ന് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇത് സ്ലോ ആണ് ഈ ഒരു പ്രോസസ്സ്. ദ പ്രോസസ് ഈസ് വെരി സ്ലോ ടു ഗെറ്റ് അക്യുറസി. വി നീഡ് ടു ടേക്ക് എ സ്മോളർ വാല്യൂ ഓഫ് എച്ച്. അപ്പോൾ എച്ച് ഇപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ അടുത്തടുത്ത പോയിൻറ്റ്സ് ആവണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പ്രോബ്ലത്തിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എച്ച് വളരെ ചെറുതായിട്ട് നമ്മളപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇറ്ററേറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അതെന്താണ്? ഒരു സ്ലോ പ്രോസസ്സാണ്. സോ ബിക്കോസ് ഓഫ് ദിസ് restriction on h, the method is unsuitable for practical use. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മോഡിഫൈഡ് ആയിട്ടുള്ള ഓയിലർ മെത്തേഡാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഓയിലർ ഇക്വേഷനാണ് ഉപയോഗിക്കുക നമുക്ക് പറയാം. ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക. അതായത് ഈ ഒരു ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ, ഓയിലർ ഇക്വേഷനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ ടു ഇല്ലുസ്ട്രേറ്റ് ഓയിലേഴ്സ് മെത്തേഡ് നമ്മൾ കൺസിഡർ ചെയ്യണൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ y പ്രൈം ഓർ y ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് y. y ഡാഷ് എന്ന് പറഞ്ഞാൽ dy/dx ആണ്. ഇപ്പോൾ dy/dx ഈസ് ഈക്വൽ ടു -y എന്ന് പറയുന്ന ഇക്വേഷന് സോൾവ് ചെയ്യണം വിത്ത് ദ കണ്ടീഷൻ y of 0 ഈക്വൽ ടു 1 ആണ്.
വിത്ത് എച്ച് ഇസ് ഈക്വൽ ടു 0.01. എച്ച് വളരെ ചെറുതായിട്ടാണ് എടുക്കേണ്ടത്. ഇനീഷ്യൽ കണ്ടീഷൻ എന്നത് x0 എന്ന് പറഞ്ഞാൽ 0യും y0 എന്ന് പറഞ്ഞാൽ 1ഉമാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. നമ്മൾക്കിത് എളുപ്പത്തിൽ ചെയ്യാം. എന്താണ്, ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. e⁻x എന്ന് വെച്ചിട്ട് നമുക്ക് കിട്ടും. എക്സിന് വാല്യൂസ് ഇട്ട് കൊടുത്താൽ കറസ്പോണ്ടിങ് y കിട്ടും. പക്ഷേ നമ്മൾ കമ്പ്യൂട്ടേഷൻ ഫിസിക്സിൽ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, പ്രോബ്ലത്തിന് മാർക്ക് കിട്ടില്ല. ഓയിലർ മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ ഓയിലർ മെത്തേഡിൽ തന്നെ ആൻസർ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓയിലർ മെത്തേഡ് വെച്ചിട്ട് നോക്കി നോക്കാം. സോ അവർ ഇക്വേഷൻ ഈസ് yn plus 1 is equal to yn plus h into f of x and yn. n is equal to 0, 1 to etc. with h is equal to 0.01 ആണ്. ഇവിടെ നോക്കാം. സോ ഗിവൻ ദാറ്റ് y പ്രൈം ഈക്വൽ ടു മൈനസ് y, അതേപോലെ തന്നെ y ഓഫ് 0 ഈക്വൽ ടു 1. അപ്പോൾ ഈ y പ്രൈം ഈക്വൽ ടു മൈനസ് y എന്ന് പറഞ്ഞാൽ dy by dx is equal to ആണ് എന്ത്, എഫ് ഓഫ് എക്സ് വൈ നമ്മൾ ആദ്യമേ പറഞ്ഞു. സോ ദിസ് ഈസ് അവർ എഫ് ഓഫ് എക്സ് വൈ. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇതെന്തെങ്കിലും കറസ്പോണ്ടിങ് വൈ ഓഫ് എക്സ് 0 ഈക്വൽ ടു y0 എന്ന് പറയുന്ന കണ്ടീഷൻ കറസ്പോണ്ടിങ്. അപ്പോൾ x0 എന്ന് പറഞ്ഞാൽ 0യും y0 എന്ന് പറഞ്ഞാൽ 1ഉം ആണ്. അതേപോലെ തന്നെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ മൈനസ് വൈയും ആണ്. ഇത് നമ്മൾ മനസ്സിൽ വയ്ക്കുക. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, എഫ് ഓഫ് x0 y0 കണ്ടുപിടിക്കണം. അതായത് x0യും അറിയാം y0യും അറിയാം. അതിൻ്റെ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. നമുക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് 0,1 എന്ന് പറഞ്ഞാൽ മൈനസ് വൈ, ആ മൈനസ് വൈയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കണം, y0ൻ്റെ വാല്യൂ അതായത് 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് -1 എന്ന് കിട്ടും. അപ്പോൾ എഫ് ഓഫ് x0 y0 എന്ന് പറഞ്ഞാൽ -1 ആണെന്ന് വന്നു. h 0.01 ആണ്. അപ്പോൾ നമുക്ക് y0 + 1, അതായത് ഇവിടെ ഇതിനെ y ഓഫ് 0.01 എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു y1 is equal to y of 0.01 which is our h, that is equal to 1 plus ഇതാണ് നമ്മുടെ ഇക്വേഷൻ. y0 എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് h എന്ന് പറഞ്ഞാൽ 0.01 ആണ്. ദെൻ എഫ് ഓഫ് x0 y0 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിനെ എല്ലാവരും കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1 - 0.01 ചെയ്ത് നമുക്ക് 0.99 കിട്ടും. അപ്പോൾ y ഓഫ് 0.01 എന്ന് പറഞ്ഞാൽ എന്താണ്, 0.99 അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0.01 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ എന്താണ്, 0.99 ആണെന്ന് കിട്ടി. ഇനി അടുത്ത പോയിൻ്റ് കണ്ടുപിടിക്കണം, ദാറ്റ് ഈസ് y ഓഫ് 0.02. അപ്പോൾ എന്ത് വരണം, അടുത്ത എഗെയിൻ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, മനസ്സിലായില്ലേ. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y ഓഫ് 0.02 is equal to എന്താണ്, ബൈ 1, അതായത് y ഓഫ് 0.01 ഇത് പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് x0 y0. ഇവിടെ x0 y0ൻ്റെ സ്ഥാനത്ത് ആരാ കിടക്കുക, ഇറ്റ് ഈസ് 0.99. അപ്പോൾ നമുക്ക് കിട്ടി 0.99 പ്ലസ് 0.01 ഇൻറ്റു -0.99. എഫ് ഓഫ് x0 y0 എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂ കൊടുക്കുക. y കിട്ടി 0.99 ആണെന്നുള്ളത്, എക്സ് 0.02 ആണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ ഇതല്ലേ, ഇതാണ് നമ്മുടെ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് -0.99 ആണ് കിട്ടുക കേട്ടോ. അപ്പോൾ അത് ചെയ്ത് നമുക്ക് 0.9801, അതേപോലെ തന്നെ y 0.03 ചെയ്യുക, y 0.04 ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കറക്റ്റ് ആണോ നമുക്ക് നോക്കാനായിട്ട് നമ്മൾ സാധാരണ ചെയ്തപ്പോൾ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി ഇതിനെ. e⁻x അത് dy/dx -y ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് സൊല്യൂഷൻ y e⁻x ആണ് കിട്ടുക. അപ്പോൾ എക്സിന് ഇങ്ങനെ 0.01 0.02 വാല്യൂ എടുത്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് y കിട്ടും. 0.04 ഇട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, 0.9608. അപ്പോൾ ഏകദേശം അക്യുറേറ്റ്, ഏകദേശം അടുത്തുള്ള വാല്യൂ കിട്ടേണ്ടത് നമുക്ക് മനസ്സിലായി. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എററാണ്, എറർ എസ്റ്റിമേറ്റ് ഫോർ ദ ഓയിലർ മെത്തേഡ്. So let the solution of the differential equation at x is equal to xn be y of xn. അപ്പോൾ ഈ ട്രൂ സൊല്യൂഷനാണ് y of xn, അതേപോലെ തന്നെ അപ്രോക്സിമേറ്റ് സൊല്യൂഷനാണ് yn എന്ന് പറയുന്നത്. ഇവിടെ സഫിക്സ് ആണ്, ഇത് സഫിക്സ് ആണ്, ഇത് ഓഫ് xn ആണ് കേട്ടോ. അപ്പോൾ y of xn plus 1 ബൈ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എന്ത് എഴുതാം, y of xn plus 1നെ
വൈ ഓഫ് എക്സ് എൻ പ്ലസ് എച്ച് ഇൻറ്റു വൈ പ്രൈം ഓഫ് എക്സ് എൻ പ്ലസ് എച്ച് സ്ക്വയർ ബൈ 2 ഇൻറ്റു വൈ ഡബിൾ പ്രൈം ഓഫ് എക്സ് എൻ പ്ലസ് എറ്റ്സെട്ര എന്ന് എഴുതാം. അതിനടുത്ത സ്റ്റെപ്പിൽ വൈ ഓഫ് എക്സ് എൻ പ്ലസ് എച്ച് ഇൻറ്റു വൈ പ്രൈം ഓഫ് എക്സ് എൻ പ്ലസ് എച്ച് സ്ക്വയർ ബൈ 2 ഇൻറ്റു വൈ ഡബിൾ പ്രൈം ഓഫ് ടി എന്നാണ് ഇതിന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ടി എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് എന്നിൻ്റെയും എക്സ് എൻ പ്ലസ് വണ്ണിൻ്റെ ഇടയിലുള്ളൊരു പെർട്ടിക്കുലർ വാല്യൂ ആണ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് എറേഴ്സാണ് ഈ ഒരു മെത്തേഡിൽ. ഒന്ന് ലോക്കൽ എറേഴ്സും അടുത്തത് റൗണ്ടിങ് എറേഴ്സും ആണ്. അപ്പോൾ ലോക്കൽ എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആസ് ദ റിസൾട്ട് ഓഫ് റീപ്ലേസിങ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ മീൻസ് ഓഫ് ദ ഇക്വേഷൻ ഏതാണ് വൈ എൻ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൈ എൻ പ്ലസ് എച്ച് ഇൻറ്റു വൈ എൻ പ്രൈം. സോ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന എററാണത് ലോക്കൽ എറർ എന്ന് പറയുന്നത്. ആൻഡ് ആ ലോക്കൽ എററിനെ എൽ എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. എൽ എൻ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ് എച്ച് സ്ക്വയർ വൈ ഡബിൾ പ്രൈം ഓഫ് ടി എൻ ആണ്. അപ്പോൾ ടോട്ടൽ എററിനെ ഇ എൻ എന്ന് പറഞ്ഞിട്ടാണ് എറർ ഇ എൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ എൻ മൈനസ് വൈ ഓഫ് എക്സ് എൻ. അതായത് അപ്രോക്സിമേറ്റ് എററും അപ്രോക്സിമേറ്റ് സൊല്യൂഷനും എക്സാക്റ്റ് സൊല്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇപ്പോൾ വൈ സീറോ എന്ന് പറയുന്നത് എക്സാക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഈ സീറോ എന്തായിട്ട് മാറും. അതായത് ഇതും ഒരേ വാല്യൂസ് ആണെങ്കിൽ പിന്നെ ടോട്ടൽ എറർ സീറോ ആയിരിക്കും. ഇനി റൗണ്ടിങ് എറർ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. അതായത് 6 എന്ന് വെച്ചിട്ടാണ് റൗണ്ടിങ് എററിനെ കാണിക്കുന്നത് വെച്ചാൽ അത് നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എറർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ വരിക ഇ എൻ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൈ എൻ പ്ലസ് വൺ മൈനസ് വൈ ഓഫ് എക്സ് എൻ പ്ലസ് വൺ ആണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ വൈ എൻ പ്ലസ് വണ്ണിനെ നമുക്ക് എങ്ങനെ എഴുതാം വൈ എൻ പ്ലസ് എച്ച് ഇൻറ്റു വൈ എൻ പ്രൈം ആണ്. ദെൻ വൈ ഓഫ് എക്സ് എൻ പ്ലസ് വണ്ണിനെ മൈനസ് വൈ ഓഫ് എക്സ് എൻ പ്ലസ് എച്ച് വൈ പ്രൈം ഓഫ് എക്സ് എൻ. ദെൻ ബാക്കിയൊരു മൈനസ് എൽ എൻ പ്ലസ് വൺ. മുകളിലത്തെ ഇക്വേഷൻസ് നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിൽ ഈ വൈ എന്നും വൈ ഓഫ് എക്സ് എന്നും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ടോട്ടൽ ഇ എൻ ആണ് വരിക. അതായത് ടോട്ടൽ എററാണ്. ഈ ഇക്വേഷൻ നോക്കട്ടെ മൂന്നാമത്തെ. പ്ലസ് എച്ചിന് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വൈ എൻ മൈനസ് വൺ മൈനസ് വൈ പ്രൈം ഓഫ് എക്സ് എൻ പ്ലസ് എൽ എൻ പ്ലസ് വൺ ആണ്. ജസ്റ്റ് അതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ എൻ പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ വൈ എൻ മൈനസ് വൈ പ്രൈം ഓഫ് എക്സ് എൻ പ്ലസ് എൽ എൻ പ്ലസ് വൺ. ഇതിലിപ്പോൾ ഈ ഡെറിവേഷൻസ് ഒന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. മെയിനായിട്ട് ഇക്വേഷൻസ് പഠിക്കുക എന്തൊക്കെയാണ് അതിൽ ഓരോ ടേംസ് എന്തിനൊക്കെ സൂചിപ്പിക്കണമെന്ന് പഠിക്കുക. ഓക്കെ. സോ ഇ എൻ പ്ലസ് വൺ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇ എൻ പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ വൈ എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ വൈ എൻ ഇവിടെ ഒരു പ്ലസ് എൽ എൻ പ്ലസ് വൺ കൂടെ ഉണ്ട്. സോ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് ടേംസിനെ ഒന്ന് മാറ്റി എഴുതാം. ഇപ്പോൾ മീൻ വാല്യൂ തിയറം എന്ന് പറഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സ് എൻ വൈ എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ വൈ ഓഫ് എക്സ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൈ എൻ മൈനസ് വൈ ഓഫ് എക്സ് എൻ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ ഓഫ് എക്സ് എൻ സീറ്റ എൻ. ഇതിൽ ഈ സീറ്റ എന്ന് പറഞ്ഞാൽ വൈ ഓഫ് എക്സ് എന്നിൻ്റെയും വൈൻ്റെ ഇടയിൽ കിടക്കണ ഒരു വാല്യൂ ആണ്. സോ ഇ എൻ പ്ലസ് വൺ എന്ത് വരും നമ്മൾ ഈ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു പ്ലേസിലിട്ട്. ടോട്ടൽ എറർ എന്ന് പറഞ്ഞാൽ ഇ എൻ പ്ലസ് എച്ച് ഇൻറ്റു വൈ എൻ മൈനസ് വൈ ഓഫ് എക്സ് എൻ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ ഓഫ് എക്സ് എൻ സീറ്റ എൻ പ്ലസ് എൽ എൻ പ്ലസ് വൺ ആൻഡ് ദിസ്. സോ ഇ എൻ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ഇ എൻ പ്ലസ് എച്ച് ഇൻറ്റു ഇ എൻ ഇൻറ്റു ദിസ് ഈസ് ഇ എൻ വൈ എൻ മൈനസ് വൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ എൻ ആണ്. സോ ഇ എൻ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ ഓഫ് എക്സ് എൻ സീറ്റ എൻ പ്ലസ് എൽ എൻ പ്ലസ് വൺ വരും. അതൊന്ന് ഇ എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ഇ എൻ ഇൻറ്റു വൺ പ്ലസ് എച്ച് ഇൻറ്റു എഫ് വൈ ഓഫ് എക്സ് എൻ സീറ്റ എൻ പ്ലസ് എൽ എൻ പ്ലസ് വൺ വരും. അപ്പോൾ ഇ സീറോ എന്ന് പറയുന്നത് സീറോ ആയതുകൊണ്ട് ഇ വൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ വരിക നമുക്ക് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ഇത് നമുക്ക് എന്താ എഴുതാം ഇ വൺ എന്ന് പറഞ്ഞാൽ സീറോ പ്ലസ് എൽ വൺ. അപ്പോൾ എൽ വൺ ആണ്. ഇ ടു എന്ന് പറഞ്ഞാൽ എൽ വൺ ഇൻറ്റു അല്ലേ ഇതാ ഇ എന്ന് പറഞ്ഞാൽ ഇവിടെ എൽ വൺ ഇൻറ്റു വൺ പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് വൺ കോമ സീറ്റ വൺ പ്ലസ് എൽ ടു. ഇ ത്രീ എന്ന് പറഞ്ഞാൽ അടുത്ത ടേം അങ്ങനെ എക്സെട്ര നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എഗെയിൻ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക. ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ പ്രൈം ഈക്വൽ ടു മൈനസ് വൈ ആണ്. അതിൻ്റെ കണ്ടീഷൻ വൈ ഓഫ് സീറോ ഈക്വൽ ടു സീറോ ആണ്. ചൂസിങ് എച്ച് ഇസ് ഈക്വൽ ടു 0.0 ആണ്. അപ്പോൾ നേരത്തെ ചെയ്ത ആ പ്രോബ്ലം ഒന്ന് നോക്കുക കേട്ടോ. അതായത് അതിൽ ഓരോ ടേംസും നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. എന്നിട്ട് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മളത് ഓൾറെഡി പകുതി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എഗെയിൻ ഇവിടെ ഒരു കാര്യം നോക്കുക. 1 പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് വൈ
FI of x and theta n equal to എന്ത് വരും 1 plus 0.01 into -1 that is equal to 0.99 ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് എറർ എന്താ വരിക ln plus 1 എന്ന് പറഞ്ഞാൽ -12 h² y ഡബിൾ പ്രൈം ഓഫ് റോ n ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും എച്ചിൻ്റെ വാല്യൂ എച്ച് എന്ന് പറഞ്ഞാൽ 0.01 ആണ് ബൈ 2 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് -0.00 അതായത് 5 × 10⁻⁻5 വരും ഇൻറ്റു y ഡബിൾ പ്രൈം ഓഫ് റോ n. ഈ പ്രോബ്ലത്തിൽ y ഓഫ് റോ n ഈസ് ലെസ് ദാൻ y ഓഫ് എക്സ് എൻ ആണ്. അപ്പോൾ ഇവിടെ L1 മോഡ് L1 ഈസ് ഈക്വൽ ടു മോഡ് L1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് 10⁻⁻5 5 × 10⁻⁻5. അതേപോലെ L2 ആണ്. L2 എന്ന് പറഞ്ഞാൽ അപ്പം ഈ -0.005 ഇൻറ്റു 0.9 അത് ലെസ് ദാൻ 5 × 10⁻⁻5 അടുത്തതും ലെസ് ദാൻ 5 × 10⁻⁻5 തന്നെയാണ് വരിക. ഈ റൗണ്ടിങ് എറർ Rn + 1 = 0 നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാണ്. അപ്പോൾ ടോട്ടൽ എറർ എന്ത് വരും En × 1 + h ഇൻറ്റു FI of x and theta n plus ln plus 1 ആണ്. അപ്പോൾ E0 എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ടോട്ടൽ എററും കാണണം. ഇപ്പോൾ ലോക്കൽ എറർ ആണ് L1 L2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എറർ അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലെസ് ദാൻ E1 എന്ന് പറഞ്ഞാൽ മോഡ് E1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 × 10⁻⁻5 ദെൻ മോഡ് E2 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 10⁻⁻4 മോഡ് E3 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 10⁻⁻4 പ്ലസ് 5 × 10⁻⁻4 എന്ന് കിട്ടും. ഇതൊക്കെ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ, ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓയിലർ മെത്തേഡ് ഭയങ്കര സ്ലോ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിനി മോഡിഫൈഡ് ഓയിലർ ഇക്വേഷൻ അല്ലെങ്കിൽ ഓയിലർ മെത്തേഡ് പ്രോസസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ we have this equation y1 equal to y0 plus integral x0 to x1 f of x by dx. അപ്പോൾ ഇതിനെ നമുക്ക് ട്രപ്പിസോയിഡ് റൂൾ വെച്ചിട്ടൊന്ന് മാറ്റി എഴുതാം ഈ ഇൻ്റഗ്രലിനെ. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞാൽ b - a × half × f of a plus f of b ആണ് ട്രപ്പിസോയിഡ് റൂളിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇൻ്റഗ്രൽ x0 to x1 f of x by dx എന്ന് പറഞ്ഞാൽ x1 - x0 half f of x0 plus f of x1. ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവറേജ് എന്ന് വരും അപ്പോൾ അല്ലേ. സോ y1 ക്യാൻ ബി റിട്ടൺ ആസ് y0 plus h/2 ഇൻറ്റു f of x0 y0 പ്ലസ് f of x1 y1 എന്ന് വരും. അപ്പോൾ ഈ മോഡിഫൈഡ് ഇക്വേഷൻ അഥവാ ഇറ്ററേഷൻ ഫോർമുല എന്തായി കിട്ടി നമുക്ക് yn + 1 is equal to y0 plus h/2 into f of x0 y0 plus f of x1 y1 n where n equal to 0 1 2 etc. ഈ y1 of n എന്ന് പറഞ്ഞാൽ nth approximation to y1. Now choose y10 equal to y0 plus h into f of x0 y0 നമുക്കറിയാം. സോ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പോൾ അതൊന്ന് പ്രോബ്ലം നമുക്ക് ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് y when x is equal to 0.1 given that y of 0 equal to 1 and y prime equal to x square plus y take h equal to 0.05. അപ്പോൾ തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയിട്ടുണ്ട്. f of x0 y0 എന്ന് പറഞ്ഞാൽ നമുക്ക് 1 ആണ് കിട്ടുക കേട്ടോ, അതായത് 0² plus 1 അപ്പോൾ 1 കിട്ടും. അപ്പോൾ ഓയിലേഴ്സ് ഫോമിൽ എന്താണ് y1 of 0 എന്ന് പറഞ്ഞാൽ y0 plus h into f of x0 y0 ആണ്. അപ്പോൾ y1 of 0 കിട്ടി 1.05 ആണ്. x1 എന്ന് പറയുന്നത് 0.05 ആയിട്ടല്ലേ. പിന്നെ എക്സ് ഈക്വൽ ടു 0.1 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 0.1 ആവണ വരെ എന്ത് ചെയ്യണം ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ x1 ഈക്വൽ ടു 0.05 ആണ് അടുത്ത നോക്കണത്. അപ്പോൾ എഫ് ഓഫ് x1 y10 എന്ത് വരും നമ്മുടെ ഇക്വേഷൻ നോക്കാം. ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ x² plus 5 അല്ലേ. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക 0.05² plus 1.05 വാല്യൂ 1.0525 വരും കേട്ടോ. അതിന് അപ്രോക്സിമേഷൻ ഒന്നും ഇവിടെ ചെയ്യണില്ല. ദെൻ ഇതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് x0 y0 പ്ലസ് എഫ് ഓഫ് x1 y10/2 അതായത് 1 + 1.05/2 എന്ന് പറഞ്ഞാൽ 1.0262 ആണ്. എന്തിനാ നമുക്ക് നമ്മുടെ ഈ ഒരു
ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ y1 n+1 എന്ന് പറഞ്ഞാൽ y0 + h/2 f(x0) y0 + f(x1) y1 ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അതിൽ y1 of 1 എന്ന് പറഞ്ഞാൽ 1.0 + h × 1.0262 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.0513 എന്ന് വന്നു. കാരണം എക്സിൻ്റെ വാല്യൂ നമ്മൾ x1 0.05 ആയിട്ട് എടുത്തു. അപ്പോൾ അടുത്തത് എന്ത് ചെയ്യാണ്, അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, x2 എടുക്കുക, അതിന് കറസ്പോണ്ടിങ് y2 കാണാം. x3 എടുക്കുക, അതിന് കറസ്പോണ്ടിങ് y3 കാണാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ സീരീസ് തന്നിട്ടുണ്ട്. x1 0.05 ആകുമ്പോൾ y1 എന്ന് പറയുന്നത് 1.0513 ആണ്. y2 0 എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1.1040, y2 1 എന്ന് പറഞ്ഞാൽ 1.1055, y2 2 എന്ന് പറയുമ്പോൾ 1.055 എന്ന് വരും.